നമസ്കാരം. പ്രധാന വാർത്തകൾ. 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 23-ന്, ഫലപ്രഖ്യാപനം മെയ് 23-ന്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഒറ്റഘട്ടമായി. മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന സാമൂഹിക പ്രശ്നങ്ങൾ അവർ മാവോയിസ്റ്റുകളാണെന്നതുകൊണ്ട് മാത്രം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മാവോയിസ്റ്റുകളുടെ മാർഗത്തെ CPI അംഗീകരിക്കുന്നില്ലെന്നും കാനം. വിദ്യാർത്ഥികൾ പ്രൊഫഷണലിസം പ്രയോഗവൽക്കരിക്കണമെന്ന നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നും നിയമസഭാ സ്പീക്കർ. പെരിന്തൽമണ്ണയിൽ നടന്നുവന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ വിസ്ഡം ആഗോള സമ്മേളനം സമാപിച്ചു. മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി നൽകി വരുന്ന ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക വാദ്യപ്രവീണ പുരസ്കാരം ഇത്തവണ കുരിശ്ശേരി അനിയന്മാരാർക്ക്. ഇത്തവണ പൂരത്തിന് ആനച്ചമയവും കുടമാറ്റവും ഉണ്ടാകുമെന്നും പൂരാഘോഷ കമ്മിറ്റി. ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഭാഗമായി നിർമ്മിച്ച 7 കടമുറികൾ മാസങ്ങളായിട്ടും ലേലം ചെയ്യാനായില്ല. കെട്ടിടത്തിന്റെ ഷട്ടറുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. വാർത്തകൾ വിശദമായി. 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 23-നാണ് വോട്ടെടുപ്പ്. ഒറ്റഘട്ടമായാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക. മെയ് 23-നാണ് ഫലപ്രഖ്യാപനം. ആകെ 7 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. രാജ്യത്ത് 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയത്. 7 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. 1-ാം ഘട്ടം ഏപ്രിൽ 11-നും, 2-ാം ഘട്ടം ഏപ്രിൽ 18-നും, 3-ാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 23-നും, 4-ാം ഘട്ടം ഏപ്രിൽ 29-നും, 5-ാം ഘട്ടം മെയ് 6-നും, 6-ാം ഘട്ടം മെയ് 12-നും, 7-ാം ഘട്ടം മെയ് 19-നും നടക്കും. കേരളത്തിൽ ഏപ്രിൽ 23-നാണ് വോട്ടെടുപ്പ്. ഒറ്റഘട്ടമായാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. മെയ് 19-ന് വോട്ടെണ്ണലാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. രാജ്യത്തെ ആകെ 90 കോടി വോട്ടർമാരാണ് ഉള്ളത്. 84.3 ലക്ഷം പുതിയ വോട്ടർമാർ ഇത്തവണ പോളിംഗ് ബൂത്തിലെത്തും. ഇതിൽ 84.3 ലക്ഷം പേർ പുതിയ വോട്ടർമാരാണ്. തിരഞ്ഞെടുപ്പിനായി 10 ലക്ഷം പോളിംഗ് ബൂത്തുകൾ തയ്യാറാക്കും. കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി ആകെ 43 ദിവസമാണ് ഉള്ളത്. വോട്ടെടുപ്പിന് ശേഷം ഫലമറിയാൻ കേരളം 1 മാസം കാത്തിരിക്കണം. 3-ാം ഘട്ടമായാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചരണത്തിന് 43 ദിവസമാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുക. മാർച്ച് 28-ന് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും. ഏപ്രിൽ 4-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഏപ്രിൽ 5-ന് നാമനിർദ്ദേശ പത്രികകളുടെ മേൽ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും കേരളത്തിലെ പ്രചാരണത്തിന് ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ 10 ദിവസം അധികം ലഭിക്കും. വിഷു, ഈസ്റ്റർ അടക്കമുള്ള എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കടുത്ത ചൂട് കേരളത്തിൽ പ്രചരണത്തിനിറങ്ങുന്ന സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും വെല്ലുവിളിയാകും. മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന സാമൂഹിക പ്രശ്നങ്ങൾ അവർ ഉയർത്തുന്നു എന്നതുകൊണ്ട് മാത്രം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മാവോയിസ്റ്റുകളുടെ മാർഗത്തെ CPI അംഗീകരിക്കുന്നില്ലെന്നും കാനം പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന സാമൂഹിക പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. വ്യത്യസ്തമായ വഴിയാണ്, പക്ഷെ അവർ ഉയർത്തുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്ന കാര്യം. ഈ സംഭവം ഉണ്ടായത് വയനാടാണ്. വയനാട് മത്സരിക്കുന്നത് CPI ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായിരുന്നില്ലേ? അതിനെ പ്രതികരിക്കാൻ ആരാണ് അവര് വരട്ടെ, പ്രധാനപ്പെട്ട വിഷയമാകുന്ന എന്ന് ഏത് സ്ഥാനാർത്ഥിയാണെന്ന് നോക്കട്ടെ, അപ്പൊ നമുക്ക് പറയാം. മാവോയിസ്റ്റുകളുടെ രീതി CPI ഒരിക്കലും അംഗീകരിക്കുന്നില്ല. വ്യാജ ഏറ്റുമുട്ടലിനും കൊലപാതകങ്ങൾക്കും CPI എതിരാണെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. വടകരയിൽ CPI പിന്താങ്ങുന്നത് അക്രമ രാഷ്ട്രീയത്തെ അല്ലെന്നും LDF സ്ഥാനാർത്ഥിയെയാണെന്നും കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വനം പാരിസ്ഥിതിക ലംഘനങ്ങളും കയ്യേറ്റവും നടത്തിയെന്ന് ആക്ഷേപം നേരിടുന്ന വ്യക്തിയല്ലേ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാകുന്നതെന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മത്സരിക്കാൻ പാടില്ലാത്തവരുടെ പട്ടികയിൽ അൻവർ പെടില്ലെന്നായിരുന്നു കാനം രാജേന്ദ്രൻ്റെ മറുപടി. വിദ്യാർത്ഥികൾ പ്രൊഫഷണലിസം പ്രയോഗവൽക്കരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച 23ാമത് പ്രോഫ്കോൺ ആഗോള പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോലിയോടുള്ള പ്രതിബദ്ധതയും നൈതികതയും മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമേ വിദ്യാർത്ഥികളിലെ പ്രൊഫഷണലിസ പ്രയോഗവൽക്കരണം സാധ്യമാകൂ എന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ക്രിയേറ്റിവിറ്റിയെ, സർഗാത്മകതയെ
നമ്മുടെ അറിവുമായി ചേർത്ത് വെക്കാനുള്ള ശേഷിക്കാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. നിങ്ങളിവിടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന സാങ്കേതിക തികവുള്ള ഒരു ലോകത്തെ നിർമ്മിക്കുന്നതിൽ ഭാവിയിൽ സ്വയം സമർപ്പിക്കാൻ തയ്യാറായി വന്നവരുടെ ഒരു കൂട്ടമാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ വർദ്ധിതമായി എണ്ണത്തിലുണ്ടെങ്കിലും ചെയ്യുന്ന ജോലിയോടും എത്തിപ്പെടുന്ന പ്രൊഫഷനോടും പ്രതിബദ്ധത പുലർത്തുന്നവർ കുറഞ്ഞു വരുന്നതിനെ ഗൗരവത്തിൽ കണക്കിലെടുക്കണം. പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ പര്യാപ്തമാകും വിധം പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രൊഫ്കോൺ സമ്മേളനം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിദേശ രാജ്യങ്ങളിലെയും അന്യസംസ്ഥാനങ്ങളിലെയും ആയിരക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പെരിന്തൽമണ്ണയിൽ വിസ്റ്റം സംഘടിപ്പിച്ച പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ആഗോള സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആഹ്വാനത്തോടെ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച 23ാമത് പ്രൊഫ്കോൺ ആഗോള പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിന് സമാപനമായി. വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെ അധ്യാപക സ്ഥാനക്കയറ്റത്തിന് യോഗ്യതയും സർവീസും മാനദണ്ഡമാകുന്നതോടൊപ്പം അധ്യാപന മികവും പരിഗണിക്കണം. അധ്യാപന മികവിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അവസരമൊരുക്കണം. സംസ്ഥാനത്ത് ശാസ്ത്ര സാങ്കേതിക മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് കീഴിൽ ഫിനിഷിംഗ് സ്കൂളുകൾ സ്ഥാപിക്കണം. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കിടയിൽ രാജ്യസ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയും ഊട്ടിയുറപ്പിക്കാൻ പാഠ്യപദ്ധതിയിൽ ധാർമ്മിക പാഠങ്ങൾ ഉൾപ്പെടുത്തണം. പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്ക് ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ റാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണം. രാജ്യത്തിൻ്റെ പൈതൃകവും സംസ്കാരവും സംരക്ഷിച്ച വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥി കൂട്ടായ്മകൾ ശക്തിയാർജിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉയർത്തി. സമാപന സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫ്കോൺ സ്വാഗത സംഘം ചെയർമാൻ എൻ. റഷീദ് അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ, മഞ്ഞളാംകുഴി അലി MLA എന്നിവർ അതിഥികളായിരുന്നു. ഹുസൈൻ സലഫി മുഖ്യപ്രഭാഷണം നടത്തി. വിസ്ഡം യൂത്ത് ജനറൽ സെക്രട്ടറി കെ. സജാദ്, വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന പ്രസിഡന്റ് MP മുനവർ സുലാഹി, സെക്രട്ടറി സെലു അബൂബക്കർ, മദ്രാസ് IIT പ്രൊഫസർ അഡ്വക്കേറ്റ് ഫിറോസ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് വിപുലീകരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച 7 കടമുറികൾ നശിക്കുന്നു. കെട്ടിടത്തിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞ് മാസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും ഷട്ടറുകൾ തുരുമ്പെടുത്തിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുൻപാണ് ബസ് സ്റ്റാൻഡ് വിപുലീകരണത്തിൻ്റെ ഭാഗമായി സ്റ്റാൻഡിൻ്റെ പിന്നിലുള്ള മാർക്കറ്റ് കെട്ടിടം നഗരസഭ പൊളിച്ചു നീക്കിയത്. ഇതിൻ്റെ ഭാഗമായി ഇവിടെയുണ്ടായിരുന്ന മത്സ്യമാംസ മാർക്കറ്റും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. 55 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മാണം. കെട്ടിടം നിർമ്മിച്ചതിനു ശേഷം കച്ചവട സ്ഥാപനങ്ങൾ മാറ്റാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫണ്ടില്ലാത്ത സാഹചര്യത്തിൽ കെട്ടിടത്തിൻ്റെ ബാക്കി പ്രവൃത്തികൾ മുടങ്ങിക്കിടക്കുകയാണ്. സ്റ്റാൻഡിൻ്റെ പിൻവശത്ത് അഭിമുഖമായി വരുന്ന പുതിയ കെട്ടിടത്തിലെ കടമുറികൾ ലേലത്തിലൂടെ പുതിയ വാടക കരാറിൽ നൽകി. ഇതുതന്നെ മുഴുവനായും വാടകയ്ക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. ഇതിനു പിൻവശത്തെ 7 കടമുറികളാണ് ഇപ്പോൾ അനാഥമായി അടഞ്ഞുകിടക്കുന്നത്. പ്രവൃത്തികൾ കഴിഞ്ഞ് മാസങ്ങളാകുമ്പോഴേക്കും ഷട്ടറുകൾ തുരുമ്പെടുത്ത നിലയിലാണ്. ഇനിയും കെട്ടിടത്തിൽ പ്രവൃത്തികൾ നടക്കാനുണ്ടെന്നും അതുകൊണ്ടാണ് വ്യാപാര സ്ഥാപനങ്ങൾ കെട്ടിടത്തിലേക്ക് മാറ്റാത്തതെന്നുമാണ് നഗരസഭ അധികൃതർ പറയുന്നത്. എന്നാൽ നഗരസഭ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് പുതിയ കെട്ടിടം ശോചനീയാവസ്ഥയിലെത്തിക്കാൻ കാരണമായതെന്ന് പ്രതിപക്ഷ കൗൺസിലർ VK ശ്രീകൃഷ്ണൻ പറഞ്ഞു. പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫണ്ട് നമുക്ക് ലഭ്യമാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ പണി കഴിഞ്ഞ് ഈ ഒരു നില കെട്ടിടത്തിൻ്റെ പണി കഴിഞ്ഞ് ഇപ്പോൾ 8 മാസത്തോളം കഴിഞ്ഞിരിക്കുക. പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഫണ്ട് അവിടെ വെച്ച് 50 ലക്ഷം രൂപ അവസാനിച്ചു. ഇനി ഈ ഭാഗം കൊടുക്കണമെങ്കിൽ തന്നെ ഇവിടെ മഴ കഴിഞ്ഞ വർഷക്കാലത്ത് മുഴുവൻ ഈ ഷട്ടറുകൾ മുഴുവൻ മഴ കൊണ്ടിരുന്നു. ഇവിടെ സൺഷെയ്ഡില്ല. പുതിയ മുകളിലൊരു നില കൂടി പണിയുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സൺഷെയ്ഡോ അല്ലെങ്കിൽ ഷീറ്റോ ഇട്ടിട്ടില്ല. ഇപ്പം നഗരസഭയുടെ കയ്യിൽ ഫണ്ടില്ലാത്തതുകൊണ്ട് വീണ്ടും ഷീറ്റ് ഇടുന്നതിന് വേണ്ടി ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പുതിയ ഷീറ്റ് ഇട്ട് ആ ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് ഫണ്ട് വന്നാൽ ആ ഷീറ്റ് മുഴുവൻ പൊളിച്ച് വീണ്ടും പണിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. ഇവിടെ തികച്ചും മലയാളത്തിൽ പറഞ്ഞാൽ കെടും കാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമാണ് നഗരസഭയുടെ ഈ മാർക്കറ്റ് സമുച്ചയം. പണി പൂർത്തിയാക്കാൻ കഴിയാതെ ഇത് വാടകക്കാർക്ക് കൊടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കെട്ടിടത്തിന്റെ ബാക്കി പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തത് മാർക്കറ്റിലെ വ്യാപാരികളെ വലയ്ക്കുന്നുണ്ട്. താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ കച്ചവടം കുറഞ്ഞതായും വ്യാപാരികൾ പറയുന്നു. വാർത്തകൾ തുടരുന്നു.
മണ്ണാർക്കാട് പൂരം മാർച്ച് 14 മുതൽ 21 വരെ നടക്കും. പൂരത്തോടനുബന്ധിച്ച് പൂരാഘോഷ കമ്മിറ്റി വർഷവും നൽകി വരാറുള്ള ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക വാദ്യപ്രവീണ പുരസ്കാരം ഇത്തവണ കുനിശ്ശേരി അനിയന്മാരാർക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ മണ്ണാർക്കാട് പൂരവും വിപുലമായി നടത്തുമെന്ന് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വൈകുന്നേരം 7:30 വാദ്യപ്രവീണ പുരസ്കാര ചടങ്ങ് നടക്കും. രാത്രി 11 പൂരം പുറപ്പാടും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 15 ഗാനമേള, കൊടിയേറ്റ് ദിവസമായ മാർച്ച് 16 നൃത്തസന്ധ്യ, മാർച്ച് 17 ഗാനമേള, കൂട്ടുവിളക്ക് ദിവസമായ മാർച്ച് 18 സാമൂഹ്യ നാടകം, ചെറിയാറാട്ട് ദിവസമായ മാർച്ച് 19 ഫ്യൂഷൻ പുല്ലാങ്കുഴൽ വിസ്മയം എന്നിവയുണ്ടാവും. വലിയാറാട്ട് ദിവസമായ മാർച്ച് 21 രാവിലെ 8:30 ആറാട്ടെഴുന്നള്ളിപ്പ്, 11 കുന്തിപ്പുഴ ആറാട്ടുകടവിൽ കഞ്ഞിപാർച്ച, 3 ഓട്ടൻതുള്ളൽ, ഡബിൾ നാദസ്വരം, ഡബിൾ തായമ്പക, പഞ്ചാരിമേളം, കുടമാറ്റം, ഫോക്ക് മെഗാഷോ എന്നിവ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കലാകാരന്മാരെ തിരഞ്ഞെടുക്കുന്ന വാദ്യപ്രവീണ പുരസ്കാരം ഈ വർഷവും കൊടുക്കുന്നുണ്ട്. ഈ വർഷം തിരഞ്ഞെടുത്തിട്ടുള്ളത് തിമലയിൽ തൻ്റെ പ്രത്യേക പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കുനിശ്ശേരി അനിയന്മാരാണ്. ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പഞ്ചവാദ്യ രംഗത്തെ പ്രാമാണ്യം വഹിച്ചുകൊണ്ട് തിമലയിൽ സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ആ കലാകാരനെ ഈ തവണ ആദരിക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ ചലച്ചിത്രവേദിയിലെ പ്രശസ്ത സംവിധായകൻ ജയരാജാണ് പുരസ്കാരം നൽകുന്നത്. ഭാരവാഹികളായ സീനിയർ വൈസ് പ്രസിഡന്റ് KC സച്ചിദാനന്ദൻ, സെക്രട്ടറി M പുരുഷോത്തമൻ, V നാരായണൻ, P ശങ്കരനാരായണൻ, P ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. മണ്ണാർക്കാട് പൂരത്തിനാദ്യമായി ആനച്ചമയവും കുടമാറ്റവും ഇത്തവണ ഉണ്ടാകുമെന്ന് പൂരാഘോഷ കമ്മിറ്റി. കൂടാതെ 100-ലധികം കലാകാരന്മാർ ഒന്നിച്ചണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും ഇത്തവണത്തെ പൂരത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മണ്ണാർക്കാട് പൂരം നടക്കുന്ന 8 ദിവസങ്ങളിൽ ചെട്ടിവേല ഒഴികെയുള്ള 7 ദിവസങ്ങളിലും ഗജവീരന്മാർ അണിനിരക്കുന്ന ആറാട്ടെഴുന്നള്ളിപ്പ് നടക്കാറുണ്ടെങ്കിലും കുടമാറ്റവും വലിയാറാട്ടിനിറങ്ങുന്ന ഗജവീരന്മാരുടെ ആനച്ചമയ പ്രദർശനവും ഇതാദ്യം. ക്ഷേത്രാങ്കണത്തിൽ ആൽത്തറയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് ആനച്ചമയമൊരുക്കുകയെന്നും സെക്രട്ടറി M പുരുഷോത്തമൻ പറഞ്ഞു. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് പൂരത്തിന് ഇതുവരെ കുടമാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിച്ചുകൊണ്ട് നമ്മൾ വലിയാറാട്ട് ദിവസം 9 ആനകളെയാണ് എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ ആ 9 ആനകൾക്ക് ഉപയോഗിക്കുന്ന ചമയങ്ങളൊക്കെ വെച്ച് വളരെ ഭംഗിയായ രീതിയിൽ ചെറിയാറാട്ട് ദിവസം രാത്രി ഒരു ചമയ പ്രദർശനവും വലിയാറാട്ട് ദിവസം കുടമാറ്റവും നടത്തുന്നതിന് വേണ്ടി കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ കുടമാറ്റവും അതുപോലെ തന്നെ ചമയ പ്രദർശനവും ഒന്നും കാണാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക്, പൂരപ്രേമികൾക്ക്, അത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ സ്വന്തം പൂരത്തിൻ്റെ ഭാഗമായി, മണ്ണാർക്കാട് പൂരത്തിൻ്റെ ഭാഗമായി ആ ഒരു കാര്യം കൂടി, കുടമാറ്റവും അതുപോലെ തന്നെ ചമയ പ്രദർശനം കൂടി കാണാനുള്ള സൗകര്യം കൂടി ഇതം പ്രഥമമായി പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയിരിക്കുകയാണ്. അത് ഈ വർഷത്തെ പൂരാഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇതിനു പുറമെ കേരളത്തിലെ പ്രഗത്ഭ 100-ലധികം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും ഇത്തവണയുണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചെട്ടിവേലയും വിപുലമാക്കുമെന്നും വിവിധ ദേശവേലകൾ ചെട്ടിവേലയിൽ അണിനിരക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഭാരവാഹികളായ KC സച്ചിദാനന്ദൻ, M പുരുഷോത്തമൻ, P ശങ്കരനാരായണൻ, V നാരായണൻ, P ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് സർക്കാർ കോളേജും ITIയും സ്ഥാപിക്കണമെന്ന് SFI മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിൽ പ്രമേയം. സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM ദീഷ്ണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അവിടെ നമ്മുടെ നാടിന്റെ
മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് ആഷിഖ് അധ്യക്ഷനായി. ആഷിഖാണ് സമ്മേളനത്തിന് പതാക ഉയർത്തിയത്. എ ജിഷ്ണു രക്തസാക്ഷി പ്രമേയവും MP അക്ഷയ് അനുശോചന പ്രമേയവും, ഏരിയ സെക്രട്ടറി അനുരാഗ് പ്രവർത്തന റിപ്പോർട്ടും AN നീരജ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി S കിഷോർ, ഭഗത്, അനുസൈ തുടങ്ങിയവർ സംസാരിച്ചു. അമൽജിത്തിനെ പ്രസിഡന്റായും ഷാനിഫിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര നടത്തി. നെല്ലായ മുതൽ ചെർപ്പശ്ശേരി വരെയാണ് പദയാത്ര നടത്തിയത്. കരളുറുപ്പിന്റെ രാഷ്ട്രീയം 70 കനകവർഷങ്ങൾ എന്ന പ്രമേയം മുൻനിർത്തി 71 യൂത്ത് ലീഗ് പ്രവർത്തകരാണ് പദയാത്ര നടത്തിയത്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പദയാത്ര നെല്ലായിൽ നിന്നും ആരംഭിച്ച് ചെർപ്പശ്ശേരിയിൽ സമാപിച്ചു. സമാപന യോഗം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KK അസീസ് ഉദ്ഘാടനം ചെയ്തു. മഹാനായ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഹരിത രാഷ്ട്രീയത്തിന് രൂപം കൊടുക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതുപോലത്തെ ഒരുപാട് പരിഹാസങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം 71 അല്ലെങ്കിൽ 7 പതിറ്റാണ്ട് കാലം പിന്നിട്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലുപ്പത്തിലൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ചിന്ത കൊണ്ട് വലിയ ചിന്തകൾ കൊണ്ട് ഈ രാജ്യത്തിന്റെ ദിശാബോധം ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ അഭിമാനമുണ്ട്. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഉനൈസ് മാരാമംഗലം അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അൻവർ സാദ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് M വീരാനാജി, ജനറൽ സെക്രട്ടറി P അബ്ദുറഹ്മാൻ, യൂത്ത് ലീഗ് പ്രവർത്തകരായ മാടാല മുഹമ്മദ് അലി, VP നിഷാദ്, NK ബഷീർ, EP ഷിഹാബ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൊണ്ട് പൊതുവിദ്യാലയങ്ങൾ ഉയർന്നുവെന്ന് MP രാജേഷ് MP പറഞ്ഞു. ചളവറ AUP സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ കാര്യങ്ങളിലും രക്ഷിതാക്കളുടെ വർദ്ധിച്ച പങ്കാളിത്തമുണ്ടായി. അതിൻ്റെ കാരണം പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉണർവാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഉണർവ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൊണ്ട് കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ ഏതാണ്ട് 3 ലക്ഷത്തിലധികം കുട്ടികൾ അധികം വന്നു ചേർന്നു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ. അതിനു മുമ്പ് കുട്ടികൾ കൊഴിഞ്ഞു പോവലായിരുന്നു. 2-3 കൊല്ലം മുമ്പ് വരെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ ജോലി എന്തായിരുന്നു? സ്കൂൾ അടച്ചാൽ ഏപ്രിൽ-മെയ് മാസത്തിൽ അവർ കുട്ടികളെ പിടുത്തക്കാരായിരുന്നു. ഡിവിഷൻ ഫോൾ വരാതിരിക്കാൻ, സ്വന്തം ജോലി സംരക്ഷിക്കാൻ കുട്ടികളെ തേടിയിറങ്ങുമായിരുന്നു. ഇപ്പോൾ തേടിയിറങ്ങേണ്ട കാര്യമില്ല, കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരാൻ തുടങ്ങി. ചളവറ AUP സ്കൂളിന്റെ 117ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയയപ്പുമാണ് ശനിയാഴ്ച നടന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വത്സല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C പ്രീത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനീത, P അബ്ദുറഹ്മാൻ, സന്തോഷ് കുമാർ, T സുദിന, T വിലാസിനി, PTA പ്രസിഡന്റ് V ശാന്തകുമാർ, പ്രധാനാധ്യാപിക C ഷീലാദേവി എന്നിവർ പങ്കെടുത്തു. മജീഷ്യന്മാരുടെ നേതൃത്വത്തിൽ പുതിയ മാന്ത്രിക കൂട്ടായ്മ മാജിക് മിഷൻ രൂപീകരിച്ചു. ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ജില്ലയിലെ 20ഓളം മാന്ത്രികർ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിലെ പുതിയ മാന്ത്രിക കൂട്ടായ്മയാണ് മാജിക് മിഷൻ. കല സാമൂഹിക നന്മയ്ക്ക് എന്ന സന്ദേശത്തോടെയാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. പരിപാടിയിൽ ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടറും മജീഷ്യനുമായ സുധീഷ് ആറ്റുകൽ മാജിക്കിലൂടെ ലോഗോ പ്രകാശനം ചെയ്തു. സലാം വല്ലപ്പുഴ അധ്യക്ഷനായിരുന്നു. മജീഷ്യന്മാരായ വിജയൻ കാടാങ്ങോട്, ഷഹബാസ് ഖാൻ, ജിൽജിൽ ബോബി, നൈസി ഹസൻ എന്നിവർ ക്ലാസ് എടുത്തു. ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി, കുമ്പിടി രാധാകൃഷ്ണൻ, ശ്രീറാം നിലമ്പൂർ, രാംകുമാർ, വിപിൻ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കരാട്ടെ പരിശീലനം തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കരാട്ടെ പരിശീലനം ആരംഭിച്ചത്. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 4 UP സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് സൗജന്യ കരാട്ടെ പരിശീലനം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. സൗജന്യ കരാട്ടെ പരിശീലന പദ്ധതി ചെറുകര AUP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ആയിഷ ഉദ്ഘാടനം ചെയ്തു.
വൈസ് പ്രസിഡന്റ് സുഭദ്ര, പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ, സിന്ധു, സ്വപ്ന, രാജഗോപാൽ, ഇംപ്ലിമെന്റ് ഓഫീസർ പങ്കജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കരാട്ടെ ചീഫ് എക്സാമിനർ കെ വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. പെരിന്തൽമണ്ണ വള്ളുവനാട് സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിലെ മുഖ്യ പരിശീലകൻ MP സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ കരാട്ടെ അഭ്യസിക്കുന്നത്. സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ ചെയ്ത മത്സ്യകൃഷി വൻ വിജയം. രണ്ടാം ഘട്ടം വിളവെടുപ്പിൽ 800 കിലോ മത്സ്യം ലഭിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിലെ പൊന്നാനി മത്സ്യകർഷക വികസന ഏജൻസിയുടെയും പെരിന്തൽമണ്ണ നഗരസഭയുടെയും സഹകരണത്തോടെയാണ് മത്സ്യകൃഷി ചെയ്തത്. കുന്നപ്പള്ളി ചെറുമല കള്ളിപ്പറമ്പിൽ ഇബ്രാഹിമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു മത്സ്യകൃഷി വൻ വിജയമായി. വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ റെജീന ഷൈജൽ നിർവഹിച്ചു. പൊന്നാനി ഫിഷറീസ് പ്രൊജക്ട് കോർഡിനേറ്റർ ആത്മപ്രശാന്തി അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ അക്വാകൾച്ചർ പ്രൊമോട്ടർ മുഹമ്മദ് മുഫ്തി, മൊയ്തീട്ടി ആലിപ്പറമ്പ്, ഇബ്രാഹിം, റഷീദ്, ഇർഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കട്ല, മൃഗാൾ, തിലാപ്പിയ, ആസാംവാള ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് കൃഷി ചെയ്തത്. വിളവെടുപ്പിൽ 800 കിലോ മത്സ്യം ലഭിച്ചു. കഥാകൃത്ത് KKS ഓങ്ങല്ലൂരിനെ വിട. ശനിയാഴ്ച രാത്രി അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം ഞായറാഴ്ച സംസ്കരിച്ചു. 72 വയസ്സായിരുന്നു. കവിയും നോവലിസ്റ്റുമായ കള്ളാടിപ്പറ്റ കോതയത്ത് കാട്ടാളത്ത് ശങ്കരനാരായണൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു അന്ത്യം. മലബാർ സ്പെഷ്യൽ പോലീസിലും റിസർവ് പോലീസിലും സബ് ഇൻസ്പെക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. തായമ്പകയും കഥകളിമേളവും സ്വായത്തമാക്കിയ അദ്ദേഹം സംസ്ഥാന പോലീസ് കലാമേളയിൽ തുടർച്ചയായി 3 വർഷം തായമ്പകയിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. 53-ാം വയസ്സിൽ സ്വയം വിരമിച്ച് എഴുത്തിൽ മുഴുകി. 2 വർഷത്തിനകം ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കി. പുലരിത്തുടുപ്പ്, മൗനങ്ങൾക്ക് മയക്കം എന്നീ കവിതാ സമാഹാരങ്ങളും പ്രകാശത്തിന് മൗനം എന്ന കഥാസമാഹാരവും, ഓർമ്മിക്കാൻ ഒരുപാട്, കുമ്പാരക്കട്ടി, കഥാന്ത്യം എന്നീ നോവലുകളും കഥകളും കവിതകളും എന്നിവയുമാണ് പ്രധാന കൃതികൾ. ഭാര്യ രാധ, മക്കൾ ശ്രീജ, സുധ, കല. സംസ്കാരം ഇന്ന് രാവിലെ 10 മണിക്ക് തറവാട്ട് വളപ്പിൽ നടന്നു. ഇടവേള. വാർത്തകളിലേക്ക്. നെല്ലായ ഗ്രാമപഞ്ചായത്തിൻ്റെ സമത്വം പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള കായികമേള സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ചിത്രരചനാ മത്സരം, കായിക മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വസന്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമാസുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ A മൊയ്തീൻകുട്ടി, ഇന്ദിര, ദീപക്, സിന്ധു എന്നിവർ പങ്കെടുത്തു. വാണിജ്യ വാർത്തകൾ. വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സയും മരുന്നുകളും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കിക്കൊണ്ട് നീതി മീറ്റ് മെഡിക്കൽ സെന്റർ തൂതയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ മഞ്ഞളാംകുഴി അലി MLA നീതി മീറ്റ് മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യരംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ളവരുടെ മേൽനോട്ടത്തിലാണ് നീതി മീറ്റ് മെഡിക്കൽ സെന്റർ തൂതയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA നീതി മീറ്റ് മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA V ശശികുമാർ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സദക്കത്തുള്ള, തൂത മഹൽ ഖാസി, ഹിബത്തുള്ള ധാരിമി, പഞ്ചായത്ത് അംഗങ്ങളായ ഹസീന, VK നാസർ, CK ഫൈസൽ, മുജീബ് റഹ്മാൻ തുടങ്ങിയവരും മാനേജ്മെന്റ് പ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായി. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ആധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയ ചികിത്സയും കുറഞ്ഞ ചെലവിൽ സാധാരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നീതി മീറ്റ് മെഡിക്കൽ സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഫീൽഡിൽ ഏകദേശം 25 വർഷത്തെ പരിചയമുള്ള ഞാനും എൻ്റെ ഒരു ടീമും മാത്രമല്ല 6 വർഷമായി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ വളരെ പക്വതയോടുകൂടിയും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഡോക്ടർ ഹിഷായത്തുള്ളയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ക്ലിനിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മെഡിസിനിൽ വളരെ ഇളവ്, ലാബ് ടെസ്റ്റിൽ വളരെ ഇളവ്,
അതുപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു മാസം തന്നെ ഞങ്ങളൊരു ഫ്രീ കൺസൾട്ടേഷൻ ഇതിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഹൈടെക് ലബോറട്ടറി, ഫാർമസി, ECG, നെബുലൈസേഷൻ, കാഷ്വാലിറ്റി സൗകര്യങ്ങളും നീതി മീറ്റ് മെഡിക്കൽ സെൻ്ററിൽ ലഭ്യമാണ്. തൂത ജുമാ മസ്ജിദിന് എതിർവശത്താണ് നീതി മീറ്റ് മെഡിക്കൽ സെൻ്റർ തുറന്നിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 23-ന്, ഫലപ്രഖ്യാപനം മെയ് 23-ന്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഒറ്റഘട്ടമായി. മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന സാമൂഹിക പ്രശ്നങ്ങൾ അവർ മാവോയിസ്റ്റുകളാണെന്നതുകൊണ്ട് മാത്രം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മാവോയിസ്റ്റുകളുടെ മാർഗത്തെ CPI അംഗീകരിക്കുന്നില്ലെന്നും കാനം. വിദ്യാർത്ഥികൾ പ്രൊഫഷണലിസം പ്രയോഗവൽക്കരിക്കണമെന്ന നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നും നിയമസഭാ സ്പീക്കർ. പെരിന്തൽമണ്ണയിൽ നടന്നുവന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ വിസ്ഡം ആഗോള സമ്മേളനം സമാപിച്ചു. മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി നൽകി വരുന്ന ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക വാദ്യപ്രവീണ പുരസ്കാരം ഇത്തവണ കുരിശ്ശേരി അനിയന്മാരാർക്ക്. ഇത്തവണ പൂരത്തിന് ആനച്ചമയവും കുടമാറ്റവും ഉണ്ടാകുമെന്നും പൂരാഘോഷ കമ്മിറ്റി. ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഭാഗമായി നിർമ്മിച്ച 7 കടമുറികൾ മാസങ്ങളായിട്ടും ലേലം ചെയ്യാനായില്ല. കെട്ടിടത്തിന്റെ ഷട്ടറുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.